നമസ്കാരം. പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മാഫിയ തലവൻ കഴിഞ്ഞ 10 വർഷം ഭരിച്ചപ്പോൾ തട്ടിയെടുത്തത് ഏകദേശം 1,00,000 കോടിയിൽ മേതെ ആവാമെന്നുള്ളൊരു കണക്കൂട്ടലാണ് എനിക്കുള്ളത്. നേരത്തെ 10,000 കോടി രൂപയുടെ അദ്ദേഹത്തിൻ്റെ അനധികൃത സമ്പാദ്യത്തിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് എൻ്റെ കൈവശമുണ്ടായിരുന്നത്. അതെ, വിദേശത്ത് അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ഒരാളാണ് എനിക്ക് 10,000 കോടി രൂപയുടെ അദ്ദേഹത്തിൻ്റെ അനധികൃത സമ്പാദ്യത്തിൻ്റെ രേഖകൾ എത്തിച്ചു തന്നിരുന്നത്. അദ്ദേഹത്തിന് പല രാജ്യങ്ങളിലായിട്ട് പല പദ്ധതികളിലൂടെ പലരുടെയും പല ബിസിനസ്സുകാരുടെ പ്രോജക്റ്റുകളിലടക്കം പണം നിക്ഷേപിച്ചതിൻ്റെയും പല ബാങ്കുകളിലെയും അനധികൃത സമ്പാദ്യത്തിൻ്റെയും അടക്കമുള്ള രേഖകളായിരുന്നു എനിക്ക് എത്തിച്ചിരുന്നത്. അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ ആദ്യത്തെ ഭർത്താവിൻ്റെയും പേരിലുള്ള അക്കൗണ്ട് അടക്കമുള്ള ഡീറ്റെയിൽ ആയിരുന്നു എനിക്ക് എത്തിച്ചിരുന്നത്. ഇത് എൻ്റെ കൈവശം കിട്ടി എന്നറിഞ്ഞതോട് കൂടിയിട്ടാണ് വീണ ജോർജിൻ്റെ ഒരു കള്ളപ്പരാതിയിൽ എനിക്കെതിരെ കേസെടുക്കുകയും എന്നെ ഉച്ചയ്ക്ക് വന്ന് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് പോലീസ് വന്ന് CCTV ക്യാമറ ഊരിയെടുത്ത ശേഷം അവിടെയുള്ള ഡോക്യുമെൻറ്റും വീട്ടിലെ ഡോക്യുമെൻ്റ് എല്ലാം കടത്തിക്കൊണ്ടുപോയത്. അതായത് കൃത്യമായി പിണറായി വിജയന് വിവരം കിട്ടി, എൻ്റെ കൈവശം സാധനം കിട്ടിയിട്ടുണ്ട് എന്നറിഞ്ഞ ഉടനെ തന്നെയാണ് അത് കൃത്യമായി എൻഫോഴ്സ്മെൻറ്റ് അടക്കം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അതോടുകൂടി കഴിഞ്ഞു എന്നുള്ള അവസ്ഥയിലാണ് അദ്ദേഹം പെട്ടെന്ന് റെയ്ഡ് നടത്തിയത്. എന്നാൽ എന്നേക്കാൾ അധികം ഈ കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചിട്ടുള്ള ഒരാളാണ് സ്വപ്ന സുരേഷിനെ കൊണ്ടുവന്നത് തന്നെ UAE കോൺസുലേറ്റിൽ ജോലി ചെയ്യുന്ന സ്വപ്ന സുരേഷിനെ കൊണ്ടുവന്നത് തന്നെ പിണറായി വിജയൻ്റെ സ്വർണ്ണക്കള്ളക്കടത്തുള്ള ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാനും അതേപോലെ വലിയ പ്രോജക്റ്റുകളിൽ വലിയ ബിസിനസ്സുകാരുമായി സംസാരിച്ച് വിദേശത്ത് കൃത്യമായി നിക്ഷേപങ്ങൾ നിക്ഷേപിക്കാനും അതിനൊക്കെയുള്ള ഒരു മീഡിയേറ്ററായിട്ടാണ് ശരിക്കും സ്വപ്ന സുരേഷിനെ കൊണ്ടുവന്നത്. എന്നാൽ നയതന്ത്ര സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെട്ടതോടെ ഉടനെ തന്നെ സ്വപ്ന സുരേഷിനെ കള്ളക്കേസിൽ കുടുക്കി കുരുതി കൊടുത്ത് പിണറായി വിജയൻ രക്ഷപ്പെടുകയുണ്ടായി. ശരിക്കും അവരെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. ഇവിടെ നിന്ന് അജിത് കുമാറിൻ്റെ സഹായത്തോടുകൂടി ഇവിടെ നിന്ന് അവരെ ബാംഗ്ലൂരിലേക്ക് കടത്താനും വഴിക്കൽ വെച്ച് കൊല്ലാനുമായിരുന്നു പ്ലാൻ. അന്ന് കോവിഡ് കാലമായിരുന്നു 2020. അതുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ NOC വേണമായിരുന്നു. എന്നാൽ പോലീസ് സംവിധാനത്തിൽ അവരെ ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്ത് എത്തിക്കുക, എറണാകുളത്ത് നിന്ന് അവിടെ നിന്ന് കടത്തി അവരെ ബാംഗ്ലൂരിൽ എത്തിക്കുകയായിരുന്നു. പോകുന്ന വഴിക്ക് ഉള്ള കാട്ടിൽ വെച്ച് നമ്മുടെ വീരപ്പനൊക്കെ താമസിച്ചിരുന്ന കാട്ടിൽ കൂടെ ആ ഭാഗത്തൂടെ യാത്ര ചെയ്യുമ്പോൾ അവരെ കൊല്ലാമെന്നുള്ള പ്ലാനായിരുന്നെങ്കിലും എന്നാൽ അതിന് കഴിഞ്ഞില്ല. അവരെ പിന്തുടർന്ന് പോയി പല സമയങ്ങളിലും രക്ഷപ്പെടാൻ അവർക്ക് ദൈവാധീനമുണ്ടായി. എന്നാൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അവർ മുൻകൂർ ജാമ്യത്തിന് ഹർജി കൊടുത്തിരുന്നു ഹൈക്കോടതിയിൽ അതിന് മുമ്പായിട്ട്. അപ്പോൾ പിന്നീട് അറസ്റ്റ് ചെയ്തതോടുകൂടി പിണറായി വിജയൻ്റെ അടക്കം അതേപോലെ ദുബായിലെ UAEയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ്റെ പേരടക്കം വിളിച്ചു പറയുമെന്നുള്ള പേടിയിൽ അവരെ ജയിലിൽ വെച്ച് കൊല്ലാൻ പ്ലാൻ ചെയ്തിരുന്നു. അവരെ നഗ്നയാക്കി ചവിട്ടിക്കൂട്ടിയിരുന്നു ജയിലിൽ വെച്ച്. ഇത് എനിക്കൊരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ വിവരം തരികയും ഞാൻ അന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. അത് മറുനാടൻ ഷാജൻ അത് വാർത്തയാക്കിയിരുന്നു. വലിയ തോതിൽ അത് ഒച്ചപ്പാടുണ്ടാകുകയും അതോടുകൂടി അവരെ ജീവിതം രക്ഷപ്പെടുകയും ചെയ്തു. അത് എങ്ങനെയും അവർ കൊല്ലപ്പെടുകയാണെങ്കിൽ പിണറായി വിജയൻ പ്രതിയാകുമെന്നുള്ള പേടിയിലാണ് അവരെ പിന്നെ കൊല്ലാതിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ കസ്റ്റംസ് തന്നെ ഹൈക്കോടതിയിൽ അവരെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. അതിന് പിണറായി വിജയന് പങ്കുണ്ടായിരുന്നു എന്നും പിണറായി വിജയൻ്റെ സ്വർണ്ണക്കള്ളക്കടത്തുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് സ്വപ്ന സുരേഷ് വിവരം തന്നിട്ടുണ്ടെന്നും എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി ഒരു അഫിഡവിറ്റ് തന്നെ ഫയൽ ചെയ്തിരുന്നു. അത് നേരത്തെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തെയുള്ള കാര്യങ്ങൾ പിണറായി വിജയൻ്റെ മകൻ്റെയും മകളുടെയും ഭാര്യയുടെയും എല്ലാ ഇടപാടുകളും കൃത്യമായി സ്വപ്ന സുരേഷിന് അറിയാമായിരുന്നു. അതിന് കാരണം അവരെയാണ് ഉപയോഗിച്ചിരുന്നത് പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങൾക്ക്. ശിവശങ്കറിനെയായിരുന്നു ഇവരുമായി സംസാരിക്കാനും കാര്യങ്ങൾ നീക്കാനും പ്ലാൻ ചെയ്യിപ്പിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിലാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം അവർ പുറത്തുവിട്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മകൻ ദുബായിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു എന്നും ആ 5 സ്റ്റാർ ഹോട്ടൽ പിന്നീട് വാങ്ങി എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 3,500 കോടി രൂപയാണ് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത് എന്നുള്ള വിവരങ്ങളാണ് അന്ന് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ നിജസ്ഥിതി അറിയുന്ന ആരാണ്? സ്വപ്ന സുരേഷിൻ്റെ ഒരു ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ അവർ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട് നോക്കാം.
ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആർക്കു വേണ്ടി? ഹു ആർ ദ ബെനിഫിഷ്യറീസ്? ഹു ഓൾ റിയലി ബെനിഫിറ്റഡ്? കേരളം മൊത്തം വിറ്റ് തൊലയ്ക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഓണറബിൾ ചീഫ് മിനിസ്റ്റർ കമല മാഡത്തിനും മോളായ വീണയ്ക്കും അതേപോലെ തന്നെ മകൻ UAE ഇരുന്നു കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്കാംസും പുറത്തു വരും. ഇതിൽ എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നാൽ പോലും I have no regrets, but I will still fight and I'll make sure that these people also come with me to the jail. ഇതിൽ തീരുന്നില്ല. അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും കൂടി ചോദ്യം ചെയ്യണം. അതാണ് CM രവീന്ദ്രൻ, who is actually the confidential or private secretary to the honorable chief minister. അദ്ദേഹത്തിന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരും. ULCC ആയാലും ബാക്കിയുള്ള കേരളം വിറ്റ് തൊലയ്ക്കുന്നതിന്റെ പല പദ്ധതികളും പല കാര്യങ്ങളും പുറത്തു വരും. കേട്ടല്ലോ, സ്വപ്ന സുരേഷ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കും. 5 സ്റ്റാർ ഹോട്ടൽ വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു. ഇതിൻ്റെ വിവരം എനിക്ക് നേരത്തെ ആ ദുബായിൽ നിന്നുള്ള സുഹൃത്ത് എനിക്ക് എത്തിച്ചു തന്നിട്ടുള്ളതാണ്. അത് കൃത്യമായിട്ട് തന്നെ ശരിയെന്ന് തെളിയിക്കുന്ന കാര്യമാണ് സ്വപ്ന സുരേഷ് ഒരു ചാനലിനോട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മാതൃഭൂമി ചാനലാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അവരോട് കടപ്പാട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഓഡിയോ പുറത്തുവിടുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, എനിക്ക് കിട്ടിയ വിവരങ്ങളെല്ലാം സത്യമാണ്. പിണറായി വിജയൻ ഏകദേശം 1 ലക്ഷം കോടി രൂപ തട്ടിപ്പ് തട്ടിയെടുത്തിട്ടുണ്ട്. അഴിമതിയിലൂടെ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. ആ പണം കൃത്യമായി വിദേശത്താണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അമേരിക്കയിലടക്കം UAE-യിലടക്കം UK-യിലടക്കം നടത്തിയിട്ടുണ്ട്. ആ പണത്തിൻ്റെയൊക്കെ കൃത്യമായി അതിൻ്റെ ഉടമകളായി മാറിയിട്ടുള്ള മകളും മകനും ആണ്. പഴയ ഭർത്താവുണ്ട്. അങ്ങനെയുള്ള സംഘങ്ങളാണ്. അപ്പോൾ ഇത് 100% സത്യമാണ് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ഏടാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. 5 സ്റ്റാർ ഹോട്ടലുണ്ട് മകൻ്റെ പേരിൽ, അതിന് 3500 കോടി രൂപയാണ് ചിലവാക്കിയെന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ അകത്ത് എഴുതിയതിലുണ്ട് 3500 കോടി രൂപ 5 സ്റ്റാർ ഹോട്ടലിന് എന്നോടിക്ക് എഴുതി വന്ന റെക്കോർഡാണ്. അതിൻ്റെ ഡോക്യുമെൻറ്റും ആ ഹോട്ടലിൻ്റെ പേരടക്കമുള്ള ഫോട്ടോയും ഒക്കെയാണ് പോലീസ് കടത്തിക്കൊണ്ട് പോയിട്ടുള്ളത്. അതുപോലുള്ള സംഭവങ്ങൾ ഇനിയും മറതിക്ക് പുറത്ത് വരും. ഇപ്പോൾ ആരൊക്കെ പ്രവർത്തിച്ചാലും പിണറായി വിജയൻ ഒരു ദിവസം കുടുങ്ങി കഴിഞ്ഞാൽ എല്ലാ കേസുകളിലും കുടുങ്ങും. ഈ വിദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ നിക്ഷേപങ്ങളുടെ കാര്യങ്ങൾ ഒരു പരിധിവരെ ചില വിവരങ്ങൾ ഷോൺ ജോർജിനും കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ശരിക്കും അത് പരാതിയായി തന്നെ എൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, SFIക്കും കൊടുത്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം.